ഇത് TP-Linkൻ്റെ മെഷ് വൈഫൈ എക്സ്റ്റൻഡറാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് AC1200 ഡ്യുവൽ ബാൻഡാണ്. 867 MB/s 5 GHz 300 MB/s 2.4 GHz കിട്ടുന്നതായിരിക്കും. ഇതിൽ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് വൈഫൈ ഡെഡ് സോൺ കില്ലർ, അൺഇൻറ്ററപ്റ്റഡ് സ്ട്രീമിംഗ്, ഈസി സെറ്റപ്പ് വിയ ടെതർ ആപ്പ്, ആക്സസ് പോയിൻറ്റ് മോഡ്, വർക്ക് വിത്ത് എനി വൈഫൈ റൗട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RE305 എന്ന് പറഞ്ഞൊരു നമ്പരും അതിൽ കൊടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡ് മോഡ്, അഡാപ്റ്റിംഗ് പാത്ത് സെലക്ഷൻ, ആക്സസ് പോയിൻറ്റ് മോഡ്, ആക്സസ് കൺട്രോൾ, ഈസി സെറ്റപ്പ് ആൻഡ് അൺഫൈൻഡ് മാനേജ്മെൻറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ MRP വന്നിട്ട് 6499 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഓൺലൈനിൽ വാങ്ങുമ്പോൾ 2000 സംതിങ് ആണ് വരുന്നത്. 3 ഇയർ വാറണ്ടിയാണുള്ളത്. എലിമിനേറ്റ് വൈഫൈ ഡെഡ് സോൺ വിത്ത് പവർഫുൾ വൈഫൈ, അതായത് നമ്മളുടെ ബിൽഡിങ്ങുകളിൽ വൈഫൈ സ്ട്രെങ്ത് എത്താത്തടുത്ത്, സിഗ്നൽ സ്ട്രെങ്ത് എത്താത്തടുത്ത് ഇത് ബൂസ്റ്റ് ചെയ്ത് സിഗ്നൽ എത്തിക്കുന്നതാണ് ഈ റൗട്ടർ കൊണ്ട് അത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിനകത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു ക്വിക്ക് ഇൻസ്റ്റാളേഷൻ ഗൈഡുണ്ട്, വൈഫൈ റേഞ്ച് എക്സ്റ്റൻഷൻ, പിന്നെ അത് നമ്മൾ റൗട്ടറിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ അവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഡിവൈസ്. ഇത് വലിപ്പമൊന്നും അധികം ഉള്ളതല്ല. ഇപ്പോൾ എൻ്റെ കൈക്ക് ഉള്ളിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന സൈസാണ് അതിനകത്തുള്ളത്. ഇതിനകത്ത് ഒരു പവർ 240 വോൾട്ട്, ഡീഫോൾട്ട് ആക്സസ് പോയിൻറ്റ്, ഡീഫോൾട്ട് SSID, ഇതിൻ്റെ ആൻറ്റിന ഉയർത്താനും മേളിലോട്ട് ഒരു പൊസിഷനിൽ വയ്ക്കാനും താഴോട്ട് വയ്ക്കാം. ഇവിടെ എത്തി സ്റ്റോപ്പാണ്, ഇനി അങ്ങോട്ട് പോവില്ല. അതേപോലെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാനും ഇവിടെ എത്തി സ്റ്റോപ്പായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ 2 ഡയറക്ഷനിൽ മാത്രമാണ് ഇതിൻ്റെ ആൻറ്റിന ഉയർത്താനും താഴ്ത്താനും കഴിയുന്നത്. നമ്മളെ നോർമൽ അഡാപ്റ്ററിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എർത്ത് ഫേസ് ന്യൂട്രൽ എന്ന ഫംഗ്ഷനിൽ കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇവിടെ ഒരു റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതെനിക്കൊന്ന് കോൺഫിഗർ ചെയ്യാനാണോ അല്ലോ വേറെ മോഡത്തിൽ നിന്നുള്ള ഔട്ട് ഇതിൽ കൊടുക്കാനാണോ എന്നറിയില്ല. നമുക്ക് എന്തായാലും കോൺഫിഗർ ചെയ്യുമ്പോൾ നോക്കാം അത് എന്തിനുള്ളതാണ്. മേളിൽ ഐഡൻറ്റിഫിക്കേഷനായിട്ട് WPS ഉണ്ട്, പവറുണ്ട്, സിഗ്നലുണ്ട്, 2.4 GHz സിമ്പലുണ്ട്, 5G സിഗ്നലുണ്ട്. അത് ഇൻഡിക്കേഷനാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. 2 സൈഡിലും വെൻറ്റിലേഷൻ ഹോള് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ 24 hours ഓണാക്കിയിട്ടിരുന്നാലും ഹീറ്റ് അധികം ആവുമെന്നുള്ള ടെൻഷനും വേണ്ട. 4 ചുറ്റും എയർ ഹോൾ ഉണ്ട്, ഫുൾ ഹോളായിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ TP-Linkൻ്റെ ഒരു ബാൾജിയും ഉണ്ട്.